ഹായ്. നമ്മുടെ മൂലാധാര ചക്ര അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കുറച്ച് യോഗാസനാസാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ എന്താണ് ഇമ്പോർട്ടൻസ്, അതെന്തുകൊണ്ടാണ് ബ്ലോക്ക് ആയി പോകുന്നത്, അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അല്ലെ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നേട്ടങ്ങളെല്ലാം ഞാൻ ഇതിന്റെ ഇടയ്ക്കൂടെ ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഗോഡസ് പോസ് ആണ്. സ്റ്റാൻഡിങ് യോഗ പോസ് നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും നമുക്കൊരു സ്റ്റാൻഡിങ് പൊസിഷൻ ഉണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫസ്റ്റ് നിൽക്കണം. ഓക്കെ, ഇനി നമ്മൾ ഗോഡസ് പോസിലോട്ട് ചേഞ്ച് ആവുകയാണ്. അപ്പൊ കാല് രണ്ടും ഒരു നമ്മുടെ ഹിപ്പ് ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതൽ വേണം. നമ്മുടെ ഹിപ്പിന്റെ വിഡ്ത്തിൽ അതിലും കുറച്ചുകൂടെ കൂടുതൽ ഡിസ്റ്റൻസ് വേണം. അതേപോലെ കാലിന്റെ പത്തി രണ്ടും സൈഡിലോട്ടായിരിക്കണേ. എന്നിട്ട് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് മേളിലോട്ട് കൈ ഇങ്ങനെ സ്റ്റാർ പൊസിഷനിൽ വെച്ചിട്ട് താഴോട്ട് എക്സേൽ ചെയ്തിട്ട് വരണം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. മൂലാധാര ബാലൻസ് ആവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ റൂട്ടഡ് ആൻഡ് സ്ട്രോങ് ആവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മലാസനാണ്. മലാസനം ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കേണ്ടത്. നമ്മുടെ രണ്ട് കൈയുടെ മുട്ടും നമ്മുടെ രണ്ട് കാലിന്റെ ഈ സൈഡിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. നടു നേരെ ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടുക. ജീവിതത്തിൽ എത്ര കൊടുങ്കാറ്റ് വന്നാലും വേരുകൾ സ്ട്രോങ് ആണെങ്കിൽ ഒരു വൃക്ഷം വീഴില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മൂലാധാര ചക്രം. നമ്മുടെ സെൽഫ് കോൺഫിഡൻസിന്റെയും സേഫ്റ്റിയുടെയും അടിത്തറ. ഈ യോഗാസനം നമ്മളെ പഠിപ്പിക്കുന്നത് സ്ട്രോങ് ആവാനാണ്. ലൈഫിൽ എത്ര സിറ്റുവേഷൻസ് വന്നാലും സ്ട്രോങ് ആയി നിൽക്കാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ റൈറ്റ് കൈ റൈറ്റിലോട്ട്, ലെഫ്റ്റ് കൈ ലെഫ്റ്റിലോട്ട്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ ഈ ഒരു പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്. പിന്നീട് എപ്പോഴൊക്കെയോ നമ്മൾ അതങ്ങ് മറന്നുപോയി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭൂമിയോടുള്ള ബന്ധവും മറന്നുപോയി. ഇനി ലെഫ്റ്റ് കൈ ലെഫ്റ്റിലോട്ട്, ഇങ്ങനെ റൈറ്റ് കൈ മേളിലോട്ട്. ഈ ഒരു യോഗ പോസ് നമ്മുടെ ദഹന പ്രക്രിയ നന്നാക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ഒരു സ്ട്രെസ്സും മുറുക്കും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. വീണ്ടും ഈ ഒരു പൊസിഷനിലേക്ക് വരിക. നമസ്തേ മുദ്ര. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. റിലാക്സ്. മലാസന നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഭൂമിയോട് കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആവുകയാണ്. അപ്പൊ നമ്മുടെ മൂലാധാര ചക്ര ബ്ലോക്ക് ആവുന്നതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഭൂമി ആയിട്ടുള്ളൊരു കോണ്ടാക്ട് നമ്മുടെ കുറയുന്നതാണ്. അപ്പൊ നമ്മൾ മലാസന ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ ഭൂമിയായിട്ട് തിരിച്ചു കിട്ടുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപവിഷ്ട കോണാസനം. കാല് രണ്ടും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന അത്ര മതി കേട്ടോ. ഒരുപാട് അങ്ങ് എഫർട്ട് ഇടാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി എത്രയാണോ അനുവദിക്കുന്ന അത്രയും. നടു നേരെ, ഇങ്ങനെ നെഞ്ച് വിരിഞ്ഞ് താഴോട്ട്. ശ്വാസം വിട്ടുകൊണ്ട് വേണം താഴോട്ട് വരാനേ. നിങ്ങൾക്ക് എത്ര പറ്റുന്നോ അത്രോ താഴോട്ട് പോയാൽ മതി. ഒരുപാട് എഫർട്ട് ഇടല്. ഈ ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ, സ്ട്രെച്ച് നമ്മളുടെ ഫീൽ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഓക്കെ, നമ്മുടെ നടുവിലോട്ട് സ്ട്രെച്ച് ഫീൽ ചെയ്യാൻ പാടില്ല. നടുവിലോട്ട് നമുക്ക് വെയിറ്റ് പോലൊന്നും ഫീൽ ചെയ്യാൻ പാടില്ല. നേരെ അതിന് വേണ്ടിയിട്ടാണ് നടു നേരെ വെച്ചിട്ട് താഴോട്ട് കുനിയാൻ പറയുന്നത്. ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടുക. ഇത് റെഗുലർ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഡൈജഷൻ നന്നാവുന്നു, നമ്മുടെ ബാക്കിന് നല്ലതാണ്. പെൽവിസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നു. മൂലാധാര ചക്രയുടെ ലൊക്കേഷൻ വരുന്നത് ആനസിന്റെ ജനനേന്ദ്രിയത്തിന് നടുക്കാണ്. ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൈ രണ്ട് കാലിലോട്ട് ഇങ്ങനെ പിടിക്കാവേ. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് മേളിലോട്ട്. അപ്പൊ നമ്മൾ താഴോട്ട് പോകുന്നുണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ ശ്വാസം വിട്ടുകൊണ്ടാണ് താഴോട്ട് പോകേണ്ടത്. മേളിലോട്ട് വരുമ്പോൾ ശ്വാസം എടുത്തോണ്ട്. ഓക്കെ, പിന്നെ ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ശ്വാസം എടുത്തോണ്ടും വിട്ടുകൊണ്ടും ഇരിക്കണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ബദ്ധ കോണാസനയാണ്. അപ്പൊ ബദ്ധ കോണാസനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാലിങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെക്കുക. കൈ രണ്ടും ക്ലാസ്പ് ചെയ്യുക. കുറച്ചു നേരം നമ്മൾ ഈ ഒരു പൊസിഷനിൽ തന്നെ ഇരുന്ന് ഇൻഹേലും എക്സേലും ചെയ്യാം ഡീപ്പായിട്ട്.
ഓരോരുത്തരും വളർന്നു വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ചിലരുടെ പാരന്റ്സ് അബ്യൂസീവ് ആയിരിക്കും. ചിലര് പല ഇഷ്യൂസും ഫേസ് ചെയ്തായിരിക്കും വളർന്നു വരുന്നത്. അപ്പൊ അവർക്ക് ഒരു സേഫ്റ്റി കൺസേൺ എപ്പോഴും ഉണ്ടാവും. ഒരു പേടിയുണ്ടാവും. അങ്ങനെയൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയി പോകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 2 കൈമുട്ടില്ലേ, അത് നമ്മുടെ ഈ കാഫ് മസിലിലോട്ട് നമ്മൾ അമക്കിയിട്ട് ഇങ്ങനെ താഴോട്ട് പോണേ. നടു സ്ട്രെയിറ്റ് ആയിരിക്കണം. ശ്വാസം എടുക്കുക, എന്നിട്ട് വിട്ടുകൊണ്ട് നമുക്ക് എത്രത്തോളം നമുക്ക് ഈ 2 സ്ഥലം നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം സെറ്റ് ചെയ്യുക. നമ്മൾ ഈ ഹിപ്പ് ഓപ്പണിംഗ് യോഗാസനാസ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്വാധിഷ്ഠാന ചക്രയും റൂട്ട് ചക്രയും ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ ഡീപ്പായിട്ട് ഇൻഹേൽ ആൻഡ് എക്സേൽ. ഡിയർ ഫ്രണ്ട്സ്, യു ആർ സേഫ് ആൻഡ് സെക്യൂർ. ശ്വാസം എടുത്തുകൊണ്ട് മേളിൽ നമ്മൾ പോയപ്പോൾ ശ്വാസം വിട്ടുകൊണ്ടായിരുന്നു താഴോട്ട് പോകണ്ടേ. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ ശ്വാസം വിടണം. നമ്മൾ മേളിലോട്ട് വലിയുമ്പോൾ ശ്വാസം എടുക്കണം. ഓക്കെ, ഇതായിരുന്നു ബദ്ധകോണാസനം. ഓക്കെ, ആ ബദ്ധകോണാസനത്തിന്റെ തന്നെ വേറൊരു വേരിയേഷൻ ആണ് നമ്മുടെ ബട്ടർഫ്ലൈ പോസ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ ശ്വാസം എടുത്ത് വിട്ടാൽ മതിയേ. യോഗ ചെയ്യുമ്പോൾ ചിരിക്കാൻ മറക്കല്ലേ. നമ്മുടെ ബ്രെയിൻ അറിയട്ടെ നമ്മൾ ഹാപ്പിയാന്ന്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ പെൽവിസ് ഏരിയ ഓപ്പൺ ആവുകയാണ്. നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഹിപ്പ് ജോയിൻസും നമ്മുടെ പെൽവിസ് ഏരിയയും നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവും, ഓപ്പൺ ആവും. ഓക്കെ, അതാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഗൈസ്. ഈ യോഗാസനാസ് നിങ്ങളെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. റിലാക്സ്. അപ്പൊ ഞാൻ ഈ കാണിച്ച 4 യോഗാസനാസ് റെഗുലർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മൂലാധാര ചക്രനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ യോഗാസനാസ് എപ്പോൾ ചെയ്താലും നമ്മുടെ ഫോക്കസ് ഇരിക്കേണ്ടത് നമ്മുടെ മൂലാധാര ചക്രയിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ശവാസനയിൽ റെസ്റ്റ് എടുക്കണം. ശവാസന എനിക്കറിയാം, എല്ലാവർക്കും അറിയായിരിക്കും ശവാസന എന്താന്ന്. അപ്പൊ നമ്മൾ ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുക. ഡീപ്പ് ഇൻഹേൽ ആൻഡ് എക്സേൽ. ബോഡി ശരിക്കും അങ്ങ് ലൂസാക്കി വിടുക. നമ്മൾ ബോഡിയിലോട്ട് ഒരുപാട് എങ്ങും നമ്മുടെ ബോഡിയിൽ എങ്ങും നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ്സോ ഒന്നും ഫീൽ ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ കിടക്കുമ്പം ഫുള്ളി ബോഡി ലൂസായിട്ട് നമ്മളുടെ ആ ബോഡിയുടെ വെയിറ്റ് ഉണ്ടല്ലോ അത് ഭൂമിയിലേക്ക് വരുന്ന നമ്മൾ അറിയുന്ന രീതിയിൽ ലൂസാക്കി വിടുക. എന്നിട്ട് നമ്മൾ എണീക്കുമ്പോൾ ഉണ്ടല്ലോ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് നമ്മുടെ കൈയുടെ ഹെൽപ്പ് എടുത്തിട്ട് വേണം നമ്മൾ എണീക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ജസ്റ്റ് ഒരു യോഗിക് ബ്രീത്തിങ് ആണ് കാണിക്കുന്നത്. റൈറ്റ് കൈ ഹാർട്ടിലേക്ക് വെക്കുക, ലെഫ്റ്റ് കൈ വയറിലേക്ക് വെക്കുക. എന്നിട്ട് ഡീപ്പായിട്ട് ശ്വാസം എടുത്തു വിടണം. ഓക്കെ, നമ്മൾ ശ്വാസം എടുക്കുമ്പം നമ്മുടെ ചെസ്റ്റ് അല്ല വീർക്കണ്ടേ, നമ്മുടെ വയറ് വീർക്കുന്നത് ഇങ്ങനെ മേളിലോട്ട് വരുന്നതും താഴോട്ട് വരുന്നതും നമ്മൾ ഫീൽ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ത്രൂ സ്റ്റമക് ആണ് നമ്മൾ ശ്വാസം എടുക്കേണ്ടത്. വിടുന്നതും എടുക്കേണ്ടതും ത്രൂ സ്റ്റമക് ആണ്. ഓക്കെ, ഇങ്ങനെ. അപ്പൊ നമ്മുടെ ഈ ചെസ്റ്റ് യൂഷ്വലി നമ്മുടെ ചെസ്റ്റ് ഏരിയ ആണല്ലോ ഇങ്ങനെ വികസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റമക് ഏരിയ ആണ് ഇങ്ങനെ മേളിലോട്ട് പൊങ്ങുന്നതും താഴോട്ട് താഴുന്നതും. ഓക്കെ, ചെസ്റ്റിലോട്ട് അധികം പ്രഷർ വരുന്നില്ല. റിലാക്സ്. ഇത് കുറച്ചു നേരം ചെയ്യാം കേട്ടോ. ഞാനിത് ഇപ്പം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5-6 ബ്രീത്ത് മാത്രം ഞാൻ കാണിച്ചത്.
റിലാക്സ്. കൈ രണ്ടും നമസ്കാര മുദ്രയിൽ പിടിച്ചിട്ട് നമുക്ക് ഉള്ളതിനൊക്കെ നമുക്ക് നന്ദി പറയാം. നമുക്ക് ഇന്ന് യോഗ ചെയ്യാൻ പറ്റിയതിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ലൈഫിലെ എല്ലാ ബ്ലെസ്സിങ്സിനും നമ്മൾ വിചാരിക്കുന്ന നമ്മൾക്ക് ഒന്നുമില്ല, പല ആൾക്കാരും അങ്ങനെയുണ്ട്, ഒരുപാട് കംപ്ലൈൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതില്ല, ഇതില്ല, അത് ശരിയല്ല, എനിക്ക് ഗതികേടാണ്, ഇതാണ്. അങ്ങനെയല്ല. വി ഓൾ ആർ ബ്ലെസ്ഡ്. ദൈവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളത് കാണാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫസ്റ്റ് നമ്മൾ താങ്ക്സ് പറയേണ്ട നമ്മുടെ ബോഡിയോട് തന്നെയാണ്. താങ്ക് യു. ശംഭോ മഹാദേവ. അപ്പൊ ഞാനിപ്പം കാണിച്ചത് ജസ്റ്റ് കുറച്ച് ഒരു വേരിയേഷൻസ് മാത്രമാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആണ്. പിന്നെ ശ്രദ്ധിക്കുക, ബോഡി ഇഷ്യൂസ്, നമ്മുടെ പെൽവിക് റീസണിൽ ഇഷ്യൂസ് ഉള്ളവർ അല്ലെങ്കിൽ മുട്ടിൽ ഇഷ്യൂ ഉള്ളവരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. യു വിൽ ബി ഓക്കെ. ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇഫ് യു ആർ ഇനഫ് കോൺഫിഡൻറ്റ് എന്നെങ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ബേസിലുള്ള നമ്മുടെ റൂട്ട് ചക്രാനെ ഓപ്പൺ ആക്കുന്ന രീതിയിൽ, ആക്ടിവേറ്റ് ആക്കുന്ന രീതിയിലുള്ള കുറച്ച് യോഗാസനാസ് ആണ് പറഞ്ഞത്. അത് വെറും സിമ്പിൾ ആയിട്ടുള്ള 3-4 യോഗാസനാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇതുപോലും നിങ്ങൾ ഡെയിലി റെഗുലർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഒരുപാടുണ്ടാവും. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ടാവും. അപ്പൊ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ ഒരു ഫിസിക്കൽ എക്സസൈസോ കാര്യങ്ങളോ മാത്രമല്ല. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പൊസിഷനിൽ ഇരിക്കുമ്പോഴും വി ആർ ഡൂയിങ് എ മെഡിറ്റേഷൻ. ഓരോ പൊസിഷനിൽ നമ്മൾ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇൻഹേൽ എക്സേൽ ചെയ്യുമ്പോഴൊക്കെ ആ കൂടെ തന്നെ കൈൻഡ് ഓഫ് മെഡിറ്റേഷനും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോഡി ഫുള്ള് റിലാക്സ് ആവുകയും അതേപോലെ നമ്മുടെ നമ്മുടെ ബോഡിക്ക് ഒരു നല്ലൊരു ഫീൽ കിട്ടാനും ഒക്കെ റിലാക്സ്. നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു കാലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സ്ട്രെസ് തന്നെയാണ്. സ്ട്രെസ്, ടെൻഷൻ, അനാവശ്യ ചിന്ത, ഇതൊക്കെ കാരണമാണ് നമ്മുടെ ഈ ചക്രാസ് ഒക്കെ ബ്ലോക്ക് ആയി പോകുന്നതും നമ്മുടെ ബോഡിയിൽ ഇഷ്യൂസ് വരുന്നതും. അപ്പം നമ്മൾ ഈ മെഡിറ്റേഷൻ പോസ്റ്റിലിരിക്കുമ്പോൾ, നമ്മൾ ഓരോ യോഗാസനാസിലിരിക്കുമ്പോഴും നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുവാണല്ലോ, നമ്മുടെ ബോഡി റിലാക്സ് ആവുകയാണ്. നമ്മുടെ ബോഡിക്ക് സിഗ്നൽ കിട്ടുവാണ്, യെസ് വി ആർ റിലാക്സ്ഡ്, നമ്മുടെ ഒരു ടെൻഷൻ ഒന്നും വേണ്ട, എല്ലാം ഓക്കെ ആണെന്നുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടുവാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ബോഡി പതുക്കെ ഹീൽ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് യോഗയുടെ പ്രയോജനം എന്ന് വെച്ചാൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ സീനിയർ സിറ്റിസണിന് പറ്റിയ രീതിയിലുള്ള കുറച്ച് യോഗാസനാസ് ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ബൈ.